സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് പോലീസിന്റെ ശ്രമം. കേസിൽ അറസ്റ്റിലായ 6ാമത്തെ വിദ്യാർത്ഥിയും വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലാണ് SSLC പരീക്ഷ എഴുതുന്നത്. ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധിച്ച KSU MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സജീവ് C. വാര്യർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സജീവ്, ഈ കേസിൽ നിലവിൽ 6 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ഈ 6 വിദ്യാർത്ഥികളും വെള്ളിമാട് ജുവനൈൽ ഹോമിൽ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. അവിടേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. അതായത് ഓരോ ദിവസവും പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കിയതാണ് വലിയ വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമാകുന്നത്. അതിനിടെ ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ, കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ടോ, ഇവരുടെ മാതാപിതാക്കളുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ. അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ടോം, അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭ്യമാക്കി ഡിജിറ്റൽ തെളിവുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രധാനമായും ഇൻസ്റ്റ വഴിയുള്ള സന്ദേശങ്ങൾ കുറെ കൂടി വ്യക്തമായ രീതിയിൽ ലഭ്യമാവേണ്ടതുണ്ട്. അതിനുവേണ്ടി നേരത്തെ മൊബൈലുകളെല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അതിൽ നിന്ന് ഫോറൻസിക് വിഭാഗത്തിനെ കൊണ്ട് തെളിവുകൾ എടുപ്പിച്ചിരുന്നു. എങ്കിൽ പോലും കൂടുതൽ തെളിവുകൾ ചിലപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത്തരം സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ സന്ദേശങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റയോട് വിവരങ്ങൾ തേടിയത്. മെറ്റയിൽ നിന്ന് ഇവർ തമ്മിലുള്ള പർട്ടിക്കുലറായിട്ട് ഇന്ന ഐഡിയയിൽ നിന്നുള്ള സന്ദേശങ്ങൾ, അവർ തയ്യാറാക്കിയ ഗ്രൂപ്പുകളിലെ സന്ദേശങ്ങളെല്ലാം തന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾ ലഭ്യമാകും. ഇവർ നേരത്തെ തന്നെ ഇതിനുവേണ്ടി ആഹ്വാനം ചെയ്തിരുന്നു. ഇങ്ങനെയൊരു ആക്രമണം പദ്ധതി ഇട്ടു എന്ന് വ്യക്തമാണ്. അത് എത്രത്തോളം ഒരു എക്സ്റ്റൻസീവായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ കുട്ടികൾ തന്നെ അത്രയുണ്ടോ, അങ്ങനെ അതുപോലെ മറ്റ് പുറത്തുള്ള ആളുകളുടെ ഇടപെടലിനെ കുറിച്ച് ഈ സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മുതിർന്ന ആളുകളുടെ ഇടപെടൽ എത്രത്തോളം, അവർ എത്രത്തോളം ഇതിനുവേണ്ടി കുട്ടികളെ കരുവാക്കി, മറ്റ് ഏതെങ്കിലും തരത്തിൽ കുട്ടികളുമായി നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്ന ഏതെങ്കിലും മാഫിയ സംഘങ്ങളുണ്ടോ, അതുപോലെ ഇതുപോലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ടോ, നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നോ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് 15-16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അവർ ഇത്രയും വലിയൊരു ക്രൈം ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്. പക്ഷെ അതിലേക്ക് അവരെ എത്തിച്ച സാഹചര്യം എന്താണ്, അവർ കടന്നുപോയ വഴികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതിന്റെ ഭാഗമായി മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനുള്ള ഔദ്യോഗികമായുള്ള സന്ദേശമാണ് മെറ്റയ്ക്ക് നൽകിയിരിക്കുന്നത്. വ്യക്തമായ വിവരങ്ങൾ, ഇത്ര ഓരോ ഐഡിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ എങ്ങനെയാണ്, അവർ ഉൾപ്പെട്ട ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് ആശയവിനിമയങ്ങൾ നടന്നത് എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അത് പ്രകാരം ഈ കുട്ടികൾ ഏത് തരത്തിലാണ് ഇതിനുവേണ്ടി തയ്യാറെടുത്തതെന്നാണ് പോലീസിന് അറിയേണ്ടത്. 6ാമത്തെ പ്രതി കൂടിയുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നിലവില് കേസിൽ പ്രതിപ്പട്ടികയിലുള്ള 6 വിദ്യാർത്ഥികൾ, ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ആയിരിക്കും ഈ കേസിൽ പുറമേ നിന്നുള്ള ആളുകളുടെ ഇടപെടലോ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് വ്യക്തമാക്കാൻ കഴിയൂ. നിലവിൽ SSLC പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് ശേഷം മാത്രമായിരിക്കുമോ കൂടുതൽ ചോദ്യം ചെയ്യൽ, നിലവിൽ ഈ ജുവനൈൽ ഹോമിലുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക? സ്വാഭാവികമായും അവർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം അധികൃതർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ജുവനൈൽ കോടതിയെല്ലാം തന്നെ അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ലഭ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ തേടുന്നത്, കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നതിന് പരിമിതികളുണ്ട്. ആ തരത്തിൽ ആ പരിമിതികളെ മറികടക്കാനാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വഴി അവർ ഏതു തരത്തിൽ ഇതിനുവേണ്ടി എക്യുപ്ഡായി അല്ലെങ്കിൽ ഇതിനുവേണ്ടി തയ്യാറെടുത്തു എന്നെല്ലാമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങൾ നേരത്തെ CCTV ദൃശ്യങ്ങൾ കൂടുതൽ ലഭ്യമായിരുന്നു. ആ കൂടുതൽ ലഭ്യമാക്കിയ CCTV ദൃശ്യങ്ങളിൽ ആരൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആക്രമണം നടന്നതിന് മുമ്പും ശേഷവുമുള്ള CCTV ദൃശ്യങ്ങൾ ആ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. അതെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. മണിക്കൂറുകൾ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന വ്യക്തികൾ ഏതൊക്കെ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നെല്ലാം അറിയാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപ്രകാരം ഉള്ള ചോദ്യം ചെയ്യൽ ഈ SSLC പരീക്ഷയ്ക്ക് ശേഷം കുറച്ചുകൂടി വ്യക്തമായുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക. ടോം.
സജീവ, അതോടൊപ്പം ഈ നിലവിൽ ജുവനൈൽ ഹോമിലുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ SSLC പരീക്ഷ എഴുതാൻ സൗകര്യമൊരുക്കിയതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടികൾ ഇവർ ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അക്രമവാസനയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്, അത് ബാലാവകാശ പ്രശ്നമാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവരെ അനുകൂലിക്കുന്നവർ, പരീക്ഷ എഴുതുന്നതിനെ അനുകൂലിക്കുന്നവർ ഉയർത്തി കാണിക്കുന്നു. ഒരു പരിധിവരെ അത് വസ്തുത തന്നെയാണ്. കാരണം അവർക്കും ഇനി ഇതിന്റെ ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. ഇതിന്റെ ഒരു കുറ്റബോധം ഈ കുട്ടികളിലുണ്ടോ? മാത്രമല്ല ഈ നിലവിലത്തെ ഈ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമോ? KSU, MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ നിലപാടും എന്താണ്? KSU, MSF തുടങ്ങിയുള്ള സംഘടനകൾ അതിനെ രാഷ്ട്രീയമായി സമീപിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ ഇത് ജുവനൈൽ കോടതിയിൽ വന്നിട്ടുള്ളതാണ്. കോടതി പറഞ്ഞ പ്രകാരമാണ് ഇതെല്ലാം ചെയ്യുന്നത്. സർക്കാർ നേരിട്ട് കുട്ടികളുടെ സംരക്ഷണം ഒരുക്കുകയും അവർക്ക് അനധികൃത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയും അല്ല ചെയ്യുന്നത്. ബാലാവകാശ നിയമങ്ങളുടെ ഇവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അവർ കുറ്റവാളികളായി പോയത് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്താണെന്നൊക്കെ വേറെ വിഷയമാണ്. അത് ഡീബാർ ചെയ്യുന്ന സാഹചര്യമുണ്ടല്ലോ, കോപ്പി അടിക്കുമ്പോൾ ഡീബാർ ചെയ്യുന്ന സാഹചര്യമുണ്ടല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. എന്നിട്ടും ഇത്രയും വലിയ ക്രൈം ചെയ്ത ആളുകളെ, വലിയ കുറ്റകൃത്യം ചെയ്ത ആളുകളെ എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് ഇരുത്തുന്നു എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ഷഹബാസിന്റെ അമ്മയും അതുപോലെ മറ്റുള്ള ബന്ധുക്കളും എല്ലാം തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അവനും എഴുതേണ്ടതായിരുന്നില്ലേ പരീക്ഷ എന്നുള്ള രീതിയിലുള്ള വൈകാരികമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ പരീക്ഷ എഴുതുന്നതും എഴുതാതിരിക്കുന്നതും അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് പരീക്ഷ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ എടുക്കുന്ന ഏതെങ്കിലും കുറ്റകൃത്യമാണ്. അതായത് കോപ്പി അടിക്കുക എന്നും പരീക്ഷാ ഹാളിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിനാണ് ഡീബാർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുറത്ത് ചെയ്ത ഒരു കുറ്റകൃത്യത്തിന് എന്ത് ചെയ്യണം എന്നുള്ള, അത് കുറ്റകൃത്യം എന്നുള്ള അവർ ചെയ്തതാണെന്ന് തെളിയിക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിയമത്തിന്റെ കണ്ണിലൂടെ വരികയാണ് വേണ്ടത്. അതിനുള്ള സാവകാശം വേണം. കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ തരത്തിലുള്ള റൈറ്റുമുണ്ട്. അത് ലഭ്യമാക്കുക എന്നുള്ളത് അധികൃതരുടെ ബാധ്യതയുമാണ്. അതേസമയം ഇങ്ങനെ ഈ കുറ്റകൃത്യത്തിലേക്ക് അവരെ എത്തിച്ചേർന്ന ഒരു സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്തരമൊരു കുറ്റബോധം ആ കുട്ടികൾക്കുണ്ടോ താങ്കൾ ചെയ്തത് തെറ്റായി പോയെന്ന്? കാരണം ഈ ഷഹബാസിനെ ആക്രമിച്ച ശേഷം ചിലർ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശങ്ങൾ അയച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതവർ ഉള്ളുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ട് അതിലുള്ളൊരു മനസ്താപം കാരണം അങ്ങനെ മെസ്സേജ് അയച്ചതാണോ, അതോ പിടിക്കപ്പെടുമെന്ന് കരുതി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മെസ്സേജ് അയച്ചതായിരിക്കുമോ? എന്താണ് ഇപ്പോൾ ഈ ജുവനൈൽ ഹോമിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥ? കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യം, ഒരാൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഒരു ജീവനക്കാരന്റെ മകനാണ്. അയാളുടെ പക്കൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾ നേരത്തെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ മരണപ്പെട്ടു പോയാൽ പോലും വലിയ ശിക്ഷ തങ്ങൾക്ക് ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ളൊരു സന്ദേശം നമ്മൾ നേരത്തെ വാർത്തയിലെല്ലാം ഉൾപ്പെടുത്തിയതാണ്. അത്തരം സന്ദേശങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് പിന്നിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എത്തിപ്പെട്ടു പോയ ഒരു വലിയൊരു കുരുക്ക് അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഇനി അതിൽ നിന്ന് പുറത്തു കടക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു ആശങ്ക അവരുടെ ഭാഗത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കുട്ടിയെ വകവരുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല, പകവീട്ടുക എന്നുള്ള ആവശ്യമായിരുന്നു അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അത് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ മാനസിക സ്ഥിതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ തമ്മിൽ ഒരു അടിപിടി ഉണ്ടാകുമ്പോൾ ഈ നഞ്ചക്ക് പോലുള്ള ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചാൽ എങ്ങനെയാണ് അതിന് പരിക്കേൽക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വലിയ ബോധ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. ഈ സംഭവിച്ചു പോയതാണ്. അപ്പോൾ ആ സംഭവത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വലിയൊരു നിരാശയോ അല്ലെങ്കിൽ വിഷമമോ ഉണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഈ വകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. സജീവ് സി വാര്യരാണ് കോഴിക്കോട് നിന്നും
വിവരങ്ങൾ നൽകിയത്. ഈ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെട്രോയോട് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം.